നിരപരാധിത്വം തെളിയിക്കപ്പെടണമെങ്കിൽ പോലീസിനെ അറസ്റ്റ് ചെയ്തേ പറ്റൂ. അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് നിന്റെ സമ്മതം എന്തിനാ? പോലീസ് വരുന്നത് കുറ്റവാളി എന്ന് സംശയിക്കുന്ന ആളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയാ. അത് ഞാനല്ലേ? അവര് എന്നെ അറസ്റ്റ് ചെയ്യൂ. നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട. അച്ഛൻ മറ്റുള്ളവരുടെ മുൻപിൽ നാണം കെടാൻ പാടില്ല. ഞാനത് കണ്ടു നിൽക്കില്ല. ചെറുമേ, സോറി സർ, ഇതിലെന്തോ ഒരു ചതി നടന്നിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ്. സാറിന്റെ വാഹനം ഇടിച്ചാലും സാർ എന്തായാലും നിർത്താതെ പോലെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. യഥാർത്ഥ കുറ്റവാളിയെ ഞങ്ങൾ കണ്ടെത്തും. പക്ഷെ ഇപ്പൊ എല്ലാവരുടെ നോട്ടത്തിൽ സാറാണ് കുറ്റവാളി. സാറിനെ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യണം. ഞങ്ങളോട് സാർ സഹകരിച്ചേ പറ്റൂ. മീഡിയക്കാരും രാഷ്ട്രീയ എതിരാളികളും വളരെ പ്രഷർ ചെലുത്തുന്നു സാർ. അച്ഛാ, സാർ പറയുന്നതാ ശരി. സാർ എന്നെ അറസ്റ്റ് ചെയ്തോളൂ. ഞാനാ കാർ ഓടിച്ചത്. അല്ല, ഇവള് നുണയാ പറയുന്നത്. കാർ ഓടിച്ചിരുന്നത് ഞാൻ തന്നെയാ. അല്ല സർ, കാർ ഓടിച്ചിരുന്നത് ഞാൻ തന്നെയാ. അച്ഛൻ മകളായ എന്നെ രക്ഷിക്കാൻ പറയുന്ന കള്ളമായത്. അതെ, കുട്ടി പറയുന്നതിൽ ഒരു പോസിബിലിറ്റി ഉണ്ട് സാർ. മോളെ അറസ്റ്റ് ചെയ്താൽ ഒരു സ്ത്രീ ആയതുകൊണ്ട് പെട്ടെന്ന് ജാമ്യത്തിൽ വിടാൻ പറ്റും. മറ്റൊരു കാര്യം, കുറ്റവാളി സാറായാൽ മീഡിയക്കാരും രാഷ്ട്രീയ ശത്രുക്കളും കൂടി ഇതൊരു ഉത്സവമാക്കി മാറ്റും. മോളാണെന്നറിഞ്ഞാൽ എല്ലാവരും വാലും മടക്കി പൊയ്ക്കോളും. ഈ പ്രശ്നം സാറിന്റെ രാഷ്ട്രീയ ഭാവിക്കെതിരായി പ്രതിപക്ഷം ഏറ്റെടുത്തു കഴിഞ്ഞു. അവരെ തോൽപ്പിക്കണമെങ്കിൽ ഇതാണ് സർ ബുദ്ധി. പക്ഷേ ഇതെന്റെ മോളല്ലേ സാർ? അതിനെന്താ, സാറ് സ്റ്റേഷനിൽ വന്ന് കുട്ടിയെ ജാമ്യത്തിലെടുത്ത പോരെ? കുട്ടിയെ കൊണ്ടുവരൂ. ഓക്കെ സാർ, വരൂ.